അത് മാത്രല്ല, നിങ്ങൾ വരുമ്പോഴേക്കും ഞാൻ ഈ വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കാം. വീട് മാത്രല്ല, പൂജാമുറിയും ഒരുക്കി വെച്ചേക്കാം. പോരെ? എനിക്ക് ഈ ഷോപ്പിംഗ് ഒന്നും പറ്റുന്ന പണിയേ അല്ല. ഇതെങ്കിലും നിന്നെ കൊണ്ട് പറ്റില്ലാന്ന് നീ സമ്മതിച്ചല്ലോ. എപ്പോഴും നീ ഇതുപോലെ എന്നോട് പെരുമാറിയ എനിക്ക് നിന്നോട് യാതൊരു പ്രോബ്ലംസും ഉണ്ടാവില്ല. ശരി, ഷോപ്പിങ്ങിന് ഞാൻ പോവാം. ഇത് നീ തന്നെ ചെയ്തോളൂ. തീർന്നു. മായേച്ചി ആ ബേക്കറിക്കാരിയുടെ വലയിൽ വീണു. അവളെന്ന് സുഖിപ്പിച്ചപ്പോ മായേച്ചി അങ്ങ് കോൾമയർക്കുണ്ട്. മായേച്ചി അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ ആകെ പ്രശ്നമാകും. 3 പേരും കൂടി ഒരുമിച്ച് നിന്നാലല്ലാതെ ജ്യോതിയെ ഇവിടുന്ന് പുറത്താക്കാൻ കഴിയില്ല. അവൾക്കൊരു പണി കൊടുത്തേ പറ്റൂ. എന്ത് ചെയ്യും? ഐഡിയ കിട്ടി. ഷോപ്പിങ്ങിന് പോകുന്നതിന് മുൻപ് അവൾക്കുള്ള പണി ഒപ്പിച്ചിട്ടേ ഞാൻ ഇന്ന് പോകും. നല്ല സമയത്താ താരേച്ചി വീട്ടിൽ പോയത്. ജ്യോതിക്കുള്ള 8ന്റെ പണി ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കണമല്ലോ. ആഹാ ബേട്ടി, നീ ഇതുവരെ റെഡിയായില്ലേ? നമുക്ക് പോവാം. അമ്മേ, നിങ്ങൾ താഴത്തേക്ക് പോയിക്കോ. ഞാൻ ഇപ്പൊ തന്നെ റെഡി ആയിട്ട് വന്നേ. ശരി, കം ഫാസ്റ്റ് ഫാസ്റ്റ് ഗോ. ബേട്ടി, നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. പോവാം. അമ്മേ, ഞാൻ വരുന്നില്ല. അമ്മയുടെ കൂടെ മായ വരും. വാട്ട് മോളെ, എന്തു പറ്റി? അമ്മേ, ഷോപ്പിംഗ് നടത്താൻ ഇവളെ കൊണ്ട് പറ്റില്ലെന്നാ ജ്യോതി പറയുന്നത്. ഞാൻ തന്നെ പോണോന്ന്. ഓക്കെ ഓക്കെ, യു കം. നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാം. ചിത്ര റെഡിയായി താഴേക്ക് വരും. കം കം. ഓക്കെ, പോയിട്ടോ. ലോക്കർ മുറിയിലുണ്ടോന്ന് ഒന്നുകൂടി നോക്കിയേക്കാം. വണ്ടി മാത്രമല്ലോ, ഡ്രൈവറെ കാണുന്നില്ലല്ലോ. അവൻ അതിനകത്തുണ്ടാവുമേ. എല്ലാവരും ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് ആ ലോക്കർ കണ്ടുപിടിക്കണം. അതെടുത്തു കൊടുത്തിട്ട് അപ്പൊ തന്നെ ആ CBIയുടെ കയ്യിൽ നിന്ന് എന്റെ അച്ഛനെ രക്ഷിക്കണം. ഈ ചിത്ര എന്താ താമസിക്കുന്നേ? നോ ഡൗട്ട് അവള്
മേക്കപ്പിന്റെ ഫൈനൽ ടച്ച് നടത്തുമായിരിക്കും. ഐ എം ഷുവർ. അവളെയും കുറ്റം പറയാൻ പറ്റില്ലമ്മേ. ആ അമ്മയുടെ മുന്നില് ഞങ്ങള് മരുമക്കൾക്ക് ഒന്ന് പിടിച്ചു നിക്കണ്ടേ? വാട്ട്? നാട്ടുകാരെ മുഴുവൻ ചോദിക്കുന്നതേ അമ്മയുടെ ഈ സാരിയും ഓർണമെന്റ്സും ഒക്കെ എവിടുന്ന് വാങ്ങുന്നെന്നാ. ഞാൻ ഈ നാട്ടുകാരുടെ സ്നേഹം കൊണ്ട് തോറ്റു. ഇക്കണക്കിന് പോയാ എനിക്ക് അവര് ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന തോന്നുന്നേ. നീ എന്താ ദേവി ഇപ്പൊ വന്നത്? ഓഫീസിലേക്ക് അത്യാവശ്യമായി വേണ്ട ചില ഡോക്യുമെന്റ്സ് എടുക്കാനുണ്ടായിരുന്നു. രാവിലെ അത് മറന്നുപോയി. അല്ല, നിങ്ങൾ എല്ലാവരുടെ എവിടേക്കാ? ഷോപ്പിങ്ങിനാ. ആ എങ്കിൽ പോയിട്ട് വാ. ഐഡിയ. ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വരുന്നത് വരെ ജ്യോതി മാത്രമേ ഉള്ളൂ വീട്ടില്. കൂടെ DKയും കൂടെ ഉണ്ടെങ്കില് ചില കലഹങ്ങൾ വലിയ സ്നേഹത്തിന്റെ തുടക്കമാവുന്ന പഴമക്കാര് പറയുന്നുണ്ടല്ലോ. ആ ഒന്ന് ശ്രമിച്ചു നോക്കാം. അമ്മേ പോന്നില്ലേ? ഒരു കാര്യം ചെയ്യേ, എന്തായാലും നീ വന്നല്ലേ, ഞങ്ങള് തിരിച്ചു വന്നിട്ട് നീ ഓഫീസിലേക്ക് പോയാ മതി. അല്ല, ആ ബേക്കറിക്കാരി ഇവിടെ ഇല്ലേ? അല്ല, ആ ബേക്കറിക്കാരി ഇവിടെ ഇല്ലേ? അത് പിന്നെ ഷീസ് ഗോയിങ് ടു ബ്യൂട്ടി പാർലർ. എങ്ങോട്ട്? ബ്യൂട്ടി പാർലറില്. അതിന് അവളെ പോലുള്ള ഭൂതങ്ങൾക്ക് പറ്റിയ ബ്യൂട്ടി പാർലർ ഈ നാട്ടിലുണ്ടോ? ഒരു കാര്യം ചെയ്യ്, പോയിട്ട് വേഗം വാ. അതുവരെ ഞാൻ ഇവിടെ ഇരുന്ന് ഉറക്കിയ യക്ഷിക്കും പ്രേതങ്ങൾക്കൊക്കെ ബ്യൂട്ടി പാർലറും തുടങ്ങിയോ? കഷ്ടം. വാട്ട് ആൻ ഐഡിയ. തിരിച്ചു വരുന്നത് വരെ അവരെന്തെങ്കിലും മിണ്ടും പറഞ്ഞു ഇരിക്കട്ടെ. മൈ ലിറ്റിൽ കണ്ണാ, നീ അവരുടെ ഇടയിൽ ഒരു 11 kV ലൈൻ വലിച്ചു കൊടുക്കണേ. നിന്റെ ബില്ല് ഞാൻ അടച്ചോളാം. ഓക്കെ മൈ ലിറ്റിൽ കണ്ണാ. അമ്മേ, അമ്മ എന്തിനാ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നേ? അത് അല്ല, അമ്മ എന്തിനാ ജ്യോതി ബ്യൂട്ടി പാർലറിൽ പോയിന്ന് കള്ളം പറഞ്ഞ്? മിണ്ടരുത്. അവരുടെ ലൈഫ് ഒന്ന് ബ്യൂട്ടിഫുൾ ആവട്ടെടി. യു കം, വി ഗോ. ഡ്രൈവർ, വണ്ടി എടുക്കൂ. വാ. ആ ഹിറ്റ്ലർ ലോക്കർ മാറ്റി എങ്ങോട്ടാണോ വച്ചത്? ഹലോ, നിങ്ങൾ എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ഏൽപ്പിച്ച ജോലി വേഗം തീർക്കണം. DK ലോക്കർ എങ്ങോട്ടാ മാറ്റിന്ന് കണ്ടുപിടിച്ചോ? അതല്ലേ ഞാൻ തിരഞ്ഞോണ്ടിരിക്കുന്നേ. അയാളൊരു വെറും കില്ലറല്ല, ബ്രില്യൻ ക്രിമിനൽ കൂടിയാ. അയാൾക്ക് നിന്നെ എന്തോ സംശയം തോന്നിയതുകൊണ്ടാവണം ലോക്കർ മാറ്റിയത്. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാൻ ആ റൂമിൽ തന്നെയല്ലേ കിടക്കുന്നേ. അയാൾക്ക് സ്വതന്ത്രമായി ലോക്കർ തുറക്കുന്നതിനും അതിനകത്തുനിന്ന് എന്തെങ്കിലും മാറ്റുന്നതിനും ഇപ്പൊ കഴിയില്ല. അത് മാത്രല്ല, ആ ലോക്കർ കണ്ട ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കോ എന്ന് അയാൾക്ക് സംശയം കാണും. നീ ആ സ്റ്റോർ റൂമിൽ നോക്കിയോ? എന്റെ CBI, ഞാനിപ്പോ അവിടെ തന്നെയാ നിൽക്കുന്നേ, സ്റ്റോർ റൂമില്. എല്ലായിടത്തും നോക്ക്. ആ ലോക്കർ കിട്ടിക്കഴിഞ്ഞാ പിന്നെ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുത്. ഇല്ല, ആ ലോക്കറിലുള്ള തെളിവുകൾ വെച്ച് DK ഞാൻ ജയിലിലാക്കും.
നിങ്ങൾ അന്വേഷിക്കുന്ന തെളിവ് ആ ലോക്കറിനകത്തില്ലെങ്കിലോ? അതപ്പ നോക്കാം. ഇപ്പൊ നീ ഞാൻ പറഞ്ഞതനുസരിക്ക്. നിങ്ങൾ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഈ തലതെറിച്ചവളെന്തിനാ അലറി വിളിച്ചത്? അവളെ ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ? നീ സ്റ്റോർ റൂമിനകത്ത് എന്താ ചെയ്യുന്നത്? ഓ മൈ ഗോഡ്, ആ പെണ്ണിനെ ഡീക്കെ പിടിച്ചെന്നാ തോന്നുന്നത്. ചോദിച്ചു കേട്ടില്ലേ നീ എന്താ ഇതിനകത്ത് തിരയുന്നെന്ന്? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്താ? അല്ല, നിങ്ങൾ പുറത്തു പോയതല്ലായിരുന്നോ? ഇപ്പൊ പെട്ടെന്ന് തിരിച്ചു വന്നത് എന്തിനാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ചോദിച്ചതിന് മറുപടി പറയും. ഇവിടെ നിനക്ക് എന്താ കാര്യം? നീ ആരോടാ സംസാരിച്ചത്? സംസാരിച്ചോ? ഞാനോ? നിങ്ങക്ക് തോന്നിയതായിരിക്കും. എനിക്ക് തോന്നിയതല്ല. ഞാൻ വരുമ്പോ നീ ആരോടോ ഫോണിൽ സംസാരിക്കായിരുന്നു. ഓഹോ, അതോ? അത് നിങ്ങളും കേട്ടായിരുന്നോ? അയ്യോ, അത് ഫോണിലല്ല, അതൊരു നാടകത്തിലെ ഡയലോഗായിരുന്നു. ഞാനതിപ്പോ പ്രാക്ടീസ് ചെയ്യായിരുന്നു. സ്റ്റോർ റൂമിലാണോ നിന്റെ നാടകം? ഏത് ഡയലോഗ് പ്രാക്ടീസിങ്? നാടകത്തിന്റെ ആദ്യത്തെ സീൻ, ഒരു ബുദ്ധിമാനായ ക്രിമിനൽ മാസ്ക് ഇട്ട് ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നു. എന്നിട്ട് കത്തി കാണിച്ച് അവളുടെ ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ആ കിഡ്നാപ്പറെ നോക്കി ഞാൻ സ്റ്റോർ റൂമിൽ എത്തുന്നതാണ് സംഭവം. എങ്ങനെയുണ്ട് സീൻ? നീ ഓവർ ആക്ട് ചെയ്യുന്നത് നിനക്കത്ര നല്ലതല്ല. അയ്യോ, ഇത് ഓവർ ആക്ഷൻ അല്ല, വെറും നോർമൽ ആക്ഷനാ. ഈ വീട്ടിൽ നീ കയറി വന്നത് ഒരു നാടകം കളിച്ചിട്ടാണല്ലോ. അത് മതിയാകത്തോണ്ടാണോ പുതിയ നാടകം? മര്യാദയ്ക്ക് പുറത്തിറങ്ങും. ഇറങ്ങാൻ. നിങ്ങളിപ്പോ തിരിച്ചു പോകുന്നുണ്ടോ? എന്താ, ഈ വീട് പൊളിച്ചിട്ട് ഇവിടെ പന്തൽ കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ നിനക്ക്? എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഈ വീട് പൊളിക്കാൻ നിങ്ങൾ തന്നെ ധാരാളം. അപ്പൊ പോവാണല്ലോ അല്ലേ? എങ്ങനെ പോവും? നിന്റെ നാടകം നടത്തി നീ ഇവിടെ കുളം തോണ്ടില്ലേ? ഷോപ്പിങ്ങിന് പോയവർ വരട്ടെ, അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇയാൾക്കെന്താ ഒരു സംശയം? ഞാൻ തിരയുന്നത് ലോക്കറാണെന്ന് ടികെക്ക് മനസ്സിലായോ? ഈശ്വരാ, എങ്കിൽ അയാൾ എന്നെ കൊല്ലും. ലോക്കർ കൊടുത്തില്ലെങ്കിൽ എന്റെ അച്ഛൻ ജയിലിലും ആവും. ചെകുത്താനും കടലിനും നടുവിലായല്ലോ ദൈവമേ. എന്റെ കണ്ണാ, ആരെതിങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കുന്ന? ഇത്രയും വിളക്കുകൾ ഒന്നിച്ചു പൊട്ടിയത് ഒരിക്കലും അബദ്ധത്തിലായിരിക്കില്ല. ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കും. ഇനിയാ അസൂയക്കാരികളായിരിക്കോ?
താരയും ചിത്രയും? ആയിരിക്കും. മായ വരുമ്പോ ഞാനാണിത് പൊട്ടിച്ചെന്ന് വിചാരിക്കും. അങ്ങനെ വരുത്തി തീർക്കാൻ തന്നെയായിരിക്കും അവള് മരുത് ചെയ്തത്. അപ്പോ കുറ്റം ഈസി ആയിട്ട് എന്റെ മേൽ കെട്ടിവെക്കാം. ഓഫ്, എന്തൊരു ബുദ്ധി! അവളുമാർക്ക് തിരിച്ചൊരു പണി കൊടുത്താലോ? മായ ഉണ്ടാക്കിയതുപോലെ എനിക്കും ഈ വിളക്കുകൾ ഉണ്ടാക്കാൻ പറ്റില്ലേ?